എനിക്കുണ്ടല്ലോ ഇൻസ്റ്റയിൽ നിന്ന് ഒരു ദിവസം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കാസർഗോഡ് നിന്ന് ക്ലാസ് എടുത്തുക്കണം പറഞ്ഞിട്ട്. കാസർഗോഡ് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ജില്ല വിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ നിന്നുള്ളത് പാലക്കാട് നിന്ന് വന്ന നിമയാണ്. അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതേപോലെ സ്പോർട്സ് ഇൻസ്പയറും ഇൻട്രസ്റ്റും കൊടുക്കാനായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടുത്തെ ഭാഷ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിരുന്നു, പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ വെറുതെ പറയാം, എനിക്കൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തി ക്ലാസ് എടുത്തു കൊടുത്തു. ആദ്യമൊക്കെ നല്ല നെർവസ് ആയിരുന്നു, പക്ഷേ അവരുടെ സപ്പോർട്ട് കാരണം ഞാൻ നന്നായി ചെയ്തു. പിന്നെ അവരുടെ സ്വഭാവം ഓഫ് മോനെ ഭയങ്കര ഹോംലി വൈബാ. പിന്നെ അവരും ഭയങ്കര ആക്റ്റീവും എനർജറ്റിക്കും ഒക്കെ ആയിരുന്നു, എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതേപോലെ തന്നെ അവർ നമ്മൾ പോടിന് മുന്നേ നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്യാമ്പ് ഉണ്ടല്ലോ നല്ല അടിപൊളി ക്യാമ്പ്, പറയാതിരിക്കാൻ കഴിയല. അത്രയ്ക്ക് നല്ലുണ്ടേ. നല്ലതെന്ന് പറഞ്ഞെങ്കിൽ പെർഫോമൻസ് ഉണ്ടല്ലോ ആ പെണ്ണിൻ്റെ, എപ്പ ഞാൻ അറിയാത്ത കൂക്കിപ്പോയിന്. അങ്ങനത്തെ ലൈവായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്ന അപൂർവമായിട്ടല്ലേ ഇങ്ങനെയെല്ലാം കാണാൻ പറ്റുന്ന. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊന്നും അല്ല കേട്ടോ, അവരെ ഇൻസ്പയർ ആക്കാൻ പോയ ഞാൻ ഇൻസ്പയർ ചെയ്ത അഷറഫ് ഖാൻ്റെ സ്റ്റോറി കേട്ടിട്ടാ. ആളുടെ സ്ട്രഗിളുടെയും ഹാർഡ് വർക്കിൻ്റെ സ്റ്റോറിയൊക്കെ കേട്ട് എൻ്റെ പൊന്നോ സമ്മതിച്ചു. ഞാൻ ഫ്രം 0 to hero എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലായിരുന്നു ആൾ ഇത്ര ഫേമസ് ആയി. ആളിപ്പം സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ആളുടെ കീഴിൽ ഏകദേശം 25ഓളം സ്റ്റാഫ്സും ഉണ്ട്. പിന്നെ ആള് പുതുതായി തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ അതിനെ പറ്റി പറയാം, വെൽ ഗുഡ് എക്യുപ്മെന്റ്സ്, സേഫ്റ്റി മെഷേഴ്സ് ഉള്ളൊരു അഫോർഡബിൾ പ്ലേസ്. ഭാഷാലയത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആ ജേർണി നന്നായി എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മൂമെന്റ്. Yeah. പഠിപ്പിക്കേണ്ടതെന്ന് തന്നെ കുട്ടികളെ ഇപ്പം നമ്മൾ കുട്ടികൾ ഓൾറെഡി ചെറിയ സ്കില്ല് മാത്രമേ ഉള്ളൂ.